ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനൂസ് കിച്ചൺ വേൾഡ്. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണിത്. നമ്മൾക്ക് വേഗം തന്നെ റെസിപ്പി കാണാം. ആദ്യം തന്നെ ഞാനൊരു ചീനച്ചട്ടിയാണ് അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൺചട്ടി യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഏതെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾക്കിതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ വെളുത്തുള്ളി ഇടുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 അല്ലി വെളുത്തുള്ളി എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നമ്മൾക്ക് 2 പച്ചമുളക് സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം സൈസിലുള്ള 2 സവാള കൂടെ വളരെ കനം കുറച്ചരിഞ്ഞ് നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. അതോടൊപ്പം തന്നെ സവാള പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് നമ്മൾക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. സവാളക്കൂട്ടെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അതിനുശേഷം ഒരു കളർ കിട്ടുന്നതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ കളറിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല. ഇതിപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കുന്നതായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് എരിവ് വേണം അല്ലെങ്കിൽ കുറച്ച് എരിവ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഈ വലിയ ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു മധുരിപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ മുളക് പൊടി വരെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായി മസാലകളെല്ലാം മൊരിഞ്ഞ് വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾക്കിത് മിക്സ് ചെയ്തെടുക്കണം. കൈ എടുക്കാതെ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് കരിയാതെ ഈ കൂട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ മസാലകളെല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 750 ഗ്രാം വലിയ ചെമ്മീനാണ്. അതുകൂടെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സീ ഫുഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് ആദ്യമേ ചേർക്കേണ്ട. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുക്ക് ആയതിനു ശേഷം കുറച്ചുകൂടെ കുറവ് തോന്നുവാണെങ്കിൽ മാത്രം നമ്മൾക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓൾറെഡി ഈ സീ ഫുഡിനൊക്കെ കുറച്ച് ഉപ്പുള്ളതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് കുറച്ചധികം വെള്ളം വരാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2 മിനിറ്റായി തിളച്ച് തുടങ്ങിയിട്ട് ആ സമയത്ത് തന്നെ ഇപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് വെള്ളമെല്ലാം ചെമ്മീനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് ഈ വെള്ളം തന്നെ വറ്റിച്ചെടുക്കാം. സീ ഫുഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം കുക്കിംഗ് ടൈമൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം വറ്റുന്നത് വരെ നമ്മൾക്കിതൊന്നും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ രണ്ടാമത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോഴും കുറച്ച് വെള്ളം കൂടി ഇതിൽ വറ്റാനുണ്ട്. അതിപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്ക് അതും കൂടെ അങ്ങോട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരും. നമ്മൾക്കൊരു നല്ല തിക്ക് ഗ്രേവി ടൈപ്പാണ് നമ്മൾക്ക് ഈ ചെമ്മീൻ റോസ്റ്റ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾക്ക് ഈ ഉള്ള വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ഇതിലെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമ്മൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെമ്മീനിലേക്കൊക്കെ നല്ലൊരു ഫ്ലേവറും കൂടെ ഇറങ്ങുന്നതിനായിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾക്ക് മൂടി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മൾക്കിത് സെർവ് ചെയ്യാം. നന്നായി ആസ്വദിച്ച് തന്നെ കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ചെമ്മീൻ ഇരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.